की जय, की जय, अनंत कोटि वैष्णव वृंद की जय। श्री राधा माधव कुंज बिहारी, गोपी जन वल्लभ गिरिवरधारी। श्री राधा माधव कुंज बिहारी, गोपी जन वल्लभ गिरिवरधारी। यशोदनंदन व्रज जन रंजन, यमुनतिरवनचारि। यशोदनंदन व्रज जन रंजन, यमुनतिरवनचारि। जय राधा माधव कुंज बिहारी, गोपी जन वल्लभ गिरिवरधारी। यशोदनंदन व्रज जन रंजन, यमुनतिरवनचारि। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। कृष्ण बलराम जय, कृष्ण बलराम जय, कृष्ण बलराम जय, कृष्ण बलराम जय। राधा श्याम सुंदर, राधा श्याम सुंदर राधे, जय गौरानिताय गौरानिताय जय गौरानिताय। जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा। जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्ण। ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം ശ്ലോക നമ്പർ 72. ലാസ്റ്റ് ശ്ലോകമാണ് ഈ ചാപ്റ്ററിലുള്ള. യേഷാം ബ്രാഹ്മേ സ്ഥിതിഃ പാർത്ഥ, നൈനാം പ്രാപ്യ വിമുഹ്യത്തെ, സ്ഥിത്വാ സ്യാമന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി.
येषां ब्राह्मी स्थितिः पार्थ नैनां प्राप्य विमुह्यति स्थित्वा स्यामन्धकालेऽपि ब्रह्मनिर्वाणमृच्छते येषां ब्राह्मी स्थितिः पार्थ नैनां प्राप्य विमुह्यति स्थित्वा स्यामन्धकालेऽपि ബ്രഹ്മനിർവാണമൃച്ഛതേ. ആരെങ്കിലും ശ്ലോകം വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ത നൈനാം പ്രാപ്യ വിമുഹ്യതി തിത്വാസ്യാമന്ദകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ശ്ലോകം വായിക്കുന്നുണ്ടോ? ഓക്കെ. ശിലാ പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശിലാ പ്രഭുപാദ്. പദാനുപദ തർജ്ജമ. പാർത്ഥ, ഹേ പാർത്ഥ, ഏഷ ഇതാണ് ബ്രാഹ്മി ആധ്യാത്മികമായ സ്ഥിതി ഏനാം ഇതിനെ പ്രാപ്യ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി ആരും പിന്നെ മോഹിതനാകുന്നില്ല അസ്യാം ഈ സ്ഥിതിയിൽ അന്ധകാലേ അപി അന്ത്യകാലത്തിലെങ്കിലും സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മനിർവാണം ഭഗവാന്റെ ആധ്യാത്മിക സാമ്രാജ്യത്തെ ഋക്ഷതി പ്രാപിക്കുന്നു. ശിലാ പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശിലാ പ്രഭുപാദ്. വിവർത്തനം. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത്ധാമത്തിലെത്തും. ശിലാപ്രഭുപാദരുടെ ഭാവാർത്ഥം. ജയ ശിലാപ്രഭുപാദ്. ഭാവാർത്ഥം ആരെങ്കിലും ഒന്ന് വായിക്കോ? ഞാൻ വായിക്കാം. വായിച്ചോളൂ മാതാജി. കേൾക്കുന്നില്ല മാതാജി. കൃഷ്ണാവബോധം അഥവാ ദിവ്യ ജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെടും. മ്യൂട്ടായിട്ടുണ്ട് അവിടെ. മ്യൂട്ടായിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യോ അത്? മ്യൂട്ടായി വായിച്ചോളൂ. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന്റെയും അത് അംഗീകരിക്കുന്നതിന്റെയും പ്രശ്നമാണ് ഇത്. മരണത്തിന് അല്പം മുൻപ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഖഡ്വാംഗ മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി പ്രാപഞ്ചിക ജീവിതത്തിന്റെ പ്രക്രിയ അവസാനിപ്പിക്കലത്രേ നിർവാണം. ബൗദ്ധ സിദ്ധാന്ത പ്രകാരം ഭൗതിക ജീവിതത്തിന് ശേഷം ശൂന്യതയാണുള്ളത്. ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഒരവസാനം ഉണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ. ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിനുശേഷം മറ്റൊരു ജീവിതമുണ്ട്. മരണത്തിനു മുൻപ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധം ഉദിക്കുമ്പോൾ ക്ഷണേന ബ്രഹ്മനിർമ്മാണം അടയുന്നു. ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല, രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ. അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക എന്നാൽ ആത്മീയ തലത്തിലെത്തുക എന്നർത്ഥം. ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ സുഖ പൂർത്തിയാക്കാനുള്ള കർമ്മങ്ങൾ ഉണ്ട്. ആത്മീയ ലോകത്തിൽ ബോധഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണുള്ളത്. ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം ഉദിക്കുന്നത് തന്നെയും ക്ഷണേന ലഭ്യമായ ബ്രഹ്മപദ പ്രാപ്തിയത്രേ. ആ സ്ഥിതിയിലുള്ള ഭക്തന് ദൈവ സാമ്രാജ്യത്തെ പ്രവേശിച്ചു കഴിഞ്ഞു. ഭൗതിക പദാർത്ഥം എന്നതിന് നേരെ വിപരീതമാണ് ബ്രഹ്മപദം. അതുകൊണ്ട് ബ്രാഹ്മി സ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്ത് നിന്ന് അകന്ന
നിലയെ സൂചിപ്പിക്കുന്നു. ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട്. സഗുണ സമിതിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഈ ബ്രാഹ്മി സ്ഥിതി ബന്ധുമുക്തി തന്നെ. ശീല ഭക്തി വിനോദ് ഠാക്കൂർ ഈ 2-ാം അധ്യായത്തെ ഭഗവത്ഗീതയിലൂടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ. 2-ാം അധ്യായത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ ഉള്ളടക്കം എന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇതിലൂടെ കിട്ടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതാം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഏഷാ ബ്രാഹ്മി സ്ഥിതിഃ പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യ മന്ദകാലേപി ബ്രഹ്മനിർവാണം മൃച്ഛതി. 72-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ ഈ അധ്യായത്തിലുള്ള അവസാനത്തെ ശ്ലോകമാണിത്. ഇത് ഈ ഒരു 2-ാമത്തെ അധ്യായം ഹോൾ ഭഗവത്ഗീതയുടെ ഒരു സമ്മറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ അവസാനത്തിൽ ഭക്തി വിനോദ ഠാക്കൂർ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2-ാമത്തെ അധ്യായം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവ് നമുക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിന് അവസാനത്തെ ശ്ലോകത്തിൻ്റെ വിവർത്തനം, ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പഥമാണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസ്ലേഷൻ വിവർത്തനത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും വിഭ്രാന്തിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നാണ്. ഓരോ ജീവാത്മാവും പലതരത്തിലുള്ള വിഭ്രാന്തി അല്ലെങ്കിൽ ആങ്സൈറ്റി, പേടികളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെ. നമുക്കറിയാം, പ്രഹ്ലാദ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സദാ സമുദ്വിഗ്ന ധിയാം അസദ്ഗൃഹാത്. അതായത് ഈ മനുഷ്യജന്മം എടുത്ത ഏതൊരു വ്യക്തിക്കും നിറയെ ഉത്കണ്ഠകളായിരിക്കും, പേടികളൊക്കെ ആയിരിക്കും എല്ലായ്പ്പോഴും. എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. അത് വല്ലപ്പോഴും മാത്രം ഉണ്ടാവുന്ന ഒരു ഉത്കണ്ഠയായിട്ടല്ല പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു സദാ സമുദ്വിഗ്ന. സദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, ഓൾവേസ്. എല്ലായ്പ്പോഴും ഉത്കണ്ഠയാണ് മനുഷ്യർക്ക് അല്ലേ. കാരണം എന്താണ്? ധിയാം അസദ്ഗൃഹാത്. അസത്തായിട്ടുള്ള ഈ ശരീരം സ്വീകരിച്ചു. അപ്പോൾ ഈ ശരീരം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഉത്കണ്ഠ ഉണ്ടാകുന്നത്, ആങ്സൈറ്റീസ്. അപ്പോൾ ഉത്കണ്ഠയില്ലാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം സ്വീകരിക്കാൻ പാടില്ല.
അതാണ് പ്രഹ്ലാദ് പറയുന്നത്. ഹിത്വാത്മപാദം ഗൃഹമന്തകൂപം വനം ഗതോയത് ഹരിമാശ്രയേത. ഈ ഉത്കണ്ഠ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഹരിയെ ആശ്രയിക്കണം. അതാണ് ഹരി. സർവ അമംഗള ഹരേ ഇതി ഹരി. നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തി, അതാണ് ഹരി. അപ്പോൾ അതാണ് പ്രഹ്ലാദ് പറയുന്നത്. ഉത്കണ്ഠയില്ലാത്ത ഒരു ജീവിതം നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹരിയെ ആശ്രയിക്കണം. ഹരിക്ക് ശരണാഗതി പ്രാപിക്കണം. കംപ്ലീറ്റ് സറണ്ടർ അൺ ടു കൃഷ്ണ. എങ്കിൽ മാത്രമേ നമുക്ക് ഉത്കണ്ഠയൊന്നുമില്ലാത്തൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വഴിക്ക്, ഭക്തിയുത സേവനം എന്ന് പറയുന്ന വഴിക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നു വിഭ്രാന്തികളൊക്കെ ഒഴിവാക്കപ്പെടും. ബിവിൽഡർമെൻറ്റ്, കൺഫ്യൂഷൻസ് എന്നൊക്കെ പറയും. ഉത്കണ്ഠ, പേടി, ഇതൊക്കെ ഇല്ലാതെയാവും എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവർ ഭഗവത് ധാമത്തിലെത്തും. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള ശരണാഗതി മരിക്കുന്ന സമയത്തും കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നതാണ് കൃഷ്ണൻ പറയുന്നത്? ഭഗവത് ധാമത്തിലെത്തും. ഭഗവാന്റെ ലോകത്തിൽ, ഗോലോകത്ത് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, മരണസമയത്ത് എന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ധാമത്തിലെത്താമെന്ന്. അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം എപ്രയാതി സമദ്ഭാവം യാതി നാഷ്ടി അത്ര സംശയ. ഇതിന് യാതൊരു സംശയവുമില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ മരണസമയത്ത് ഭഗവാനെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ച് ഓർക്കണം. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതലായി ചെയ്യുന്നത്, അതായിരിക്കും മരണസമയത്ത് നമ്മൾ ഓർക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണസമയത്ത് ഭഗവാൻ ഓർമ്മ വരും. അപ്പം അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിവർത്തനം. ഇനി നമുക്ക് ഭക്തി വേദാന്ത പർപ്പോട്ട്സ് അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വളരെ ചുരുക്കിയിട്ട് നോക്കാം. പ്രഭുപാദർ പറയുന്നു, കൃഷ്ണാവബോധം ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്നും കിട്ടും, എന്നാൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞാലും കിട്ടില്ല ചില ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കത് കിട്ടും, കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ്. മനസ്സിലായില്ല? അങ്ങനെയുള്ളൊരു ജീവിതം. എന്നാൽ വേറെ ചില ആൾക്കാർക്ക് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ കൃഷ്ണാവബോധം കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രഭുപാദർ പറയുന്നൊരു കാര്യം, ഈ ഭക്തിയുത സേവന മാർഗത്തിൽ നമ്മൾ വളരെയധികം സീരിയസ് ആവുക, സിൻസിയർ ആവുക, ട്രൂത്ത്ഫുൾ ആവുക. എന്തൊക്കെയാണ്? വളരെ ഗൗരവമായിട്ട് ഈ ഒരു കാര്യത്തെ എടുക്കുക, സീരിയസ്നെസ്. പിന്നെ അതേപോലെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുക, സിൻസിയറിറ്റി. പിന്നെയോ ട്രൂത്ത്ഫുൾനെസ്, വളരെ സത്യസന്ധമായിട്ട് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൃഷ്ണാവബോധമുള്ള വ്യക്തിയായിട്ട് മാറാൻ കഴിയും എന്നാണ് പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് കൃഷ്ണാവബോധം കിട്ടിയ ഒരു വ്യക്തിയുടെ ഉദാഹരണം അവിടെ കാണിക്കുന്നത് ഖട്വാങ്ക മഹാരാജ്. ഭാഗവതത്തിൽ പറയുന്നതാണ്, ഒരിക്കൽ ഹയർ പ്ലാനറ്ററി സിസ്റ്റം, ഉപരിലോകങ്ങളിൽ ഒരു യുദ്ധം വന്ന സമയത്ത് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി അവർ ഭൂമിയിൽ വന്ന് ഖട്വങ്ക മഹാരാജാവിനെ ക്ഷണിക്കുകയാണ്. രാജാവ് വളരെ സന്തോഷത്തോടു കൂടി ആ ക്ഷണം സ്വീകരിച്ച് ഉപരിലോകങ്ങളിൽ പോയിട്ട് ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ട് എതിരാളികളെ പരാജയപ്പെടുത്തി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേവന്മാർ
ഖട്വാങ്ക മഹാരാജാവിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങേക്ക് ഞങ്ങൾ സമ്മാനമായിട്ട് തരേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമ്മാനമായിട്ടൊന്നും വേണ്ട, നിങ്ങളൊക്കെ വലിയ വലിയ വ്യക്തികളാണല്ലോ, എപ്പോഴാണ് ഞാൻ മരിക്കുക അല്ലെങ്കിൽ ഈ ജന്മം അവസാനിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപദേവതകളൊക്കെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അടുത്ത നിമിഷം അങ്ങ് മരിക്കും. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉടനെ എനിക്ക് ഭൂമിയിലേക്ക് പോകണം. അങ്ങനെ അദ്ദേഹം ഭൂമിയിലേക്ക് വന്ന് കൃഷ്ണാവബോധം, കൃഷ്ണനെ ധ്യാനിച്ചിട്ട് ഉടനെ തന്നെ ഈ ശരീരം വെടിയുകയാണ്. അപ്പോൾ അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ പ്രഭുപാദർ ആ ഒരു കാര്യം പറയുന്നുണ്ട്, ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ ഹിസ് ഡെത്ത് ഈ അവസ്ഥയിലെത്തി. മനസ്സിലായില്ലേ? മരിക്കും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഖട്വാങ്ക മഹാരാജാവ് എന്ത് ചെയ്തു? ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ധ്യാനിച്ചു. അപ്പോൾ ഇവിടെ ഖട്വാങ്ക മഹാരാജാവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖട്വാങ്ക മഹാരാജാവിന് മനസ്സിലായി അടുത്ത നിമിഷം മരിക്കുന്നു. പക്ഷെ നമുക്കതറിയോ? അടുത്ത നിമിഷം മരിക്കുമോ എന്നല്ല, അടുത്ത ദിവസം മരിക്കുമോ, അടുത്ത മാസം മരിക്കുമോ, അടുത്ത വർഷം മരിക്കുമോ, ഒന്നും നമുക്കറിയില്ല, അല്ലേ? ഏത് സമയത്തും മരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സമയത്തും ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം. പ്രഭുപാദർ പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിലേക്ക് പോകും. കാരണം ഈ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. നാമരൂപേ കലികാലേ കൃഷ്ണ അവതാര. കലികാലത്ത് അല്ലെങ്കിൽ കലിയുഗത്തിൽ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത് നാമത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഈ നാമം ജപിക്കുന്നത് കൃഷ്ണനുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഭാവാർത്ഥത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിസ്റ്റ് ഫിലോസഫി, ശ്രീബുദ്ധൻ്റെ അനുയായികളുടെ തത്വശാസ്ത്രം. അവർ പറയുന്ന കാര്യം, പ്രഭുപാദർ പറയുന്നത് മരണത്തിന് ശേഷം വെറും ഒരു ശൂന്യതയാണ്, ഒന്നുമില്ല എന്ന്. അതാണ് അവർ പറയുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫി അതാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശൂന്യത. മനസ്സിലായില്ലേ? എന്നാൽ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് അതാണോ? അല്ല. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ശരീരത്തിലുള്ള ദേഹി, കൗമാരം യൗവനം ജര എന്നുള്ള ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ ശരീരത്തിന് ഈ വക മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൗമാരം യൗവനത്തിലേക്ക് പോകുന്നു, വാർദ്ധക്യത്തിലേക്ക് പോകുന്നു ശരീരം. എന്നാൽ ഈ സമയത്തൊന്നും ദേഹിക്ക് അല്ലെങ്കിൽ ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ശരീരത്തിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു ശരീരത്തിലെത്തുന്ന ആത്മാവ് മരണത്തോടുകൂടി വേറെ ഒരു ശരീരത്തിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ അതിൽ പറയുന്ന ശ്ലോകമാണത്. അപ്പോൾ ആ ഒരു കാര്യവും പ്രഭുപാദർ ഇവിടെ പറയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശ്രീബുദ്ധൻ്റെ തത്വശാസ്ത്രം നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല, ശൂന്യതയല്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ പ്രഭുപാദർ പറയുന്നത്, ശരിക്കും നമ്മുടെ ജീവിതം നമ്മൾ തുടങ്ങുന്നത് ആത്മീയ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാലാണ്. ഭൗതിക ലോകത്ത് ശരിക്കുമുള്ള ജീവിതമല്ല എന്നാണ് പ്രഭുപാദർ പറയുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ജന്മമൃത്യു ജരാവ്യാധി എന്നുള്ള ഈ പ്രശ്നങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ജന്മം നമുക്കറിയാം ഭയങ്കര കഷ്ടപ്പാടാണ്. ലേബർ പെയിൻ എന്നാ പറയുന്നത്. ലേബർ പ്ലഷർ എന്ന് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലേബർ പ്ലഷർ, ലേബർ പെയിൻ? നമുക്ക് അസലായിട്ട് അറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ഉള്ള ജനനം മുതൽ അവസാനം മരിക്കുന്നവരെയുള്ള ജീവിതം. അല്ലെങ്കിൽ ജനനം വരെ നമുക്കറിയാം എത്രയോ കഷ്ടപ്പാടാണ്. മൃത്യു, മരണം, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. പക്ഷേ മരണം സുനിശ്ചിതമാണല്ലോ.
ആർക്കെങ്കിലും മരിക്കില്ല അല്ലെങ്കിൽ ഞാൻ മരിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ മരിക്കുമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും വിസ്മരിക്കുകയാണ്, മറക്കുകയാണ്. വളരെ സൗകര്യപൂർവ്വം നമ്മൾ മറക്കുന്നു ഈ ഒരു നഗ്ന സത്യം. യുധിഷ്ഠിര മഹാരാജാവിനോട് ചോദിച്ചു, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? എന്താ ചോദിച്ചത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? എന്താ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞത്? അഹന്യ ഭൂതാനി ഗച്ഛന്തി ഹ യമാലയം ശേഷസ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യം അതഃ പരം. ഇതാണ് ശ്ലോകം. മഹാഭാരതത്തിലുള്ള ശ്ലോകമാണിത്. ഇതിൻ്റെ അർത്ഥം, ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും കാണുന്നു, നമ്മുടെ വീടുകളിലുള്ള ആൾക്കാർ മരിക്കുന്നു, നമ്മുടെ അടുത്ത വീടുകളിലുള്ള ആൾക്കാർ മരിക്കുന്നു, നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാർ മരിക്കുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി, അങ്ങനെ നമുക്കറിയുന്ന കുറേ ആൾക്കാർ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഗച്ഛന്തിഹ യമാലയം. എന്താണ് ഗച്ഛന്തിഹ എന്ന് പറഞ്ഞാൽ? പോയിക്കൊണ്ടിരിക്കുന്നു. എവിടത്തേക്ക്? യമാലയം, യമരാജൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷസ്ഥാവരമിച്ഛന്തി കിം ആശ്ചര്യം അതഃ പരം. പക്ഷേ ബാക്കി വരുന്ന ആൾക്കാർ എന്ത് വിചാരിക്കുന്നു? മരിക്കാതെ ബാക്കി വരുന്ന ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? എനിക്കൊരിക്കലും മരണമില്ല, അല്ലേ? അത്തരത്തിലാണ് നമ്മുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ഇതിൽ പരം ആശ്ചര്യകരമായിട്ടുള്ളത് മറ്റെന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലേ? നമുക്കറിയാം എന്തായാലും ഒരു ദിവസം മരിക്കുമെന്ന്. പക്ഷെ നമുക്ക് പേടിയാണ്. മൃത്യു, ജര, ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ജര എന്നാണ് വാർദ്ധക്യം. ആർക്കും വാർദ്ധക്യത്തിലെത്താനുള്ള താല്പര്യമില്ല. വയസ്സാവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല. വ്യാധി എന്താണ്? അസുഖങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളൊക്കെയാണ് ഓരോ സെക്കൻഡിലും ആൾക്കാർക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ ഓരോ പുതിയ പുതിയ അസുഖങ്ങൾ വരികയാണ്. പലപ്പോഴും പല അസുഖങ്ങളും ജനങ്ങളെ മരണത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. അപ്പോൾ ഈ 4 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ആർക്കും താല്പര്യമില്ല, യാതൊരു സംശയം. അതാണ് ഇവിടെ പ്രഭാകർ പറയുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കുള്ള ജീവിതമല്ല, ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷം നമുക്ക് ആത്മീയ ലോകത്തിലുള്ള ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിയൽ ലൈഫ്. മനസ്സിലായില്ലേ? അതാണെന്താണ് അവിടെ? സച്ചിദാനന്ദ രൂപമായിരിക്കും. സച്ചിത് ആനന്ദ. സത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, അല്ലേ? നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്? എല്ലായ്പ്പോഴും ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ല, അല്ലേ? ഇറ്റേണൽ അല്ല. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് കൃഷ്ണൻ പറയുന്നുണ്ട്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഃ. സനാതനങ്ങളാണ് ജീവാത്മാക്കൾ. പക്ഷേ ഈ ശരീരം, ഭൗതിക ശരീരം എടുത്തത് കൊണ്ട് ഭൗതിക ശരീരത്തിൻ്റെ നാശത്തെ നമ്മൾ മരണമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം എന്താണ്? ഇറ്റേണൽ ലൈഫ്, ശാശ്വതമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്ത്. രണ്ടാമത്തേത് ചിത്ത്, സച്ചിദാനന്ദ. സച്ചിത് ആനന്ദ. ചിത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ളി നോളജബിൾ. അതാണ് ആത്മീയ ലോകത്തിലുള്ള ജീവിതം. ഇവിടെയും നമ്മൾ അറിവ് സ്വായത്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്, അല്ലേ? ആരെങ്കിലും 2 പേര് കുശുകുശുക്കുന്നത് കേട്ടാൽ നമുക്കത് അറിയാനുള്ള താല്പര്യം. എന്താണ് അവർ പറയുന്നത്? ആരെ കൊണ്ടാണ് പറയുന്നത്? അല്ലേ? അതാണ് ഈ ഭൗതിക ലോകത്തിലുള്ള അവസ്ഥ. അറിവില്ല. അപ്പം പക്ഷേ ആത്മീയ ലോകത്തിൽ എന്താണ്? ചിത്ത്, ഫുള്ളി നോളജബിൾ. ആനന്ദ. എന്താ ആനന്ദ എന്ന് പറഞ്ഞാൽ? ട്രാൻസെൻഡൻ്റൽ ബ്ലിസ്, ആത്മീയമായിട്ടുള്ള സന്തോഷം. ഈ 3 കാര്യങ്ങളും സ്ഥിരമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് എവിടെ പോയി കഴിഞ്ഞാൽ? ഭഗവാന്റെ ധാമത്തിൽ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രഭുപാദർ പറയുന്നു ദാറ്റ് ഈസ് റിയൽ ലൈഫ്. അതാണ് ശരിക്കുമുള്ള യഥാർത്ഥ ജീവിതമെന്ന്. അതിനുശേഷം പറയുന്നു പ്രഭുപാദർ ഇവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, ആക്ടിവിറ്റീസ്, എന്തിനു വേണ്ടിയുള്ളതാണ് ഈ ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ? ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി.
എല്ലാവരും ചെയ്യുന്ന കാര്യം അതാണ്. തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവണം. അതാണ് ഈ ഭൗതിക ലോകത്തിലുള്ള സാധാരണ കാണുന്ന പ്രവൃത്തികൾ. എന്നാൽ ആത്മീയ ലോകത്തിലും എല്ലാവരും പ്രവൃത്തി ചെയ്യുന്നു, വെറുതെ ഇരിക്കുകയല്ല. പക്ഷെ അവിടെയുള്ള പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാണ് കൃഷ്ണാവബോധം. മനസ്സിലായില്ലേ? കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അതിനാണ് ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഡിവോഷണൽ സർവീസ് എന്ന ആചാര്യന്മാർ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭക്തി വേദാന്ത പേർപ്പോസ് നോക്കുകയാണെങ്കിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ടും ആ ഒരു തരത്തിലുള്ള ജീവിതം പ്രാപ്യമാക്കാൻ കഴിയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതല്ല, എന്താണ് സ്വരൂപം? രൂപഗോസ്വാമി പറയുന്നുണ്ട്, ജീവേര സ്വരൂപഹൈ കൃഷ്ണേര നിത്യദാസ്. ഇതാണ് നമ്മുടെ സ്വരൂപം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. കൃഷ്ണന്റെ ദാസരാണ് നമ്മൾ ഓരോരുത്തരും. കൃഷ്ണേര നിത്യദാസ്. നിത്യദാസ് എന്നുള്ള ഇറ്റേണൽ സെർവൈറ്റർ ഓഫ് കൃഷ്ണ. കുറച്ചു കാലത്തേക്കുള്ളതല്ല, സ്ഥിരമായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു സ്വരൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃഷ്ണേര തടസ്ഥാശക്തി സോറി, അതല്ല ശ്ലോകം. ഇഹ യസ്യേ ഹരേർ ദാസ്യേ കർമ്മണ മനസാ ഗിര നിഖിലാശ്വ അഭി അവസ്ഥാഷു ജീവൻ മുക്ത സ ഉച്ചത. ആ ഒരു കാര്യമാണ് പ്രഭുപാദർ ഇവിടെ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവൻ മുക്ത, ലിബറേറ്റഡ്, മോക്ഷം കിട്ടിയ ആൾക്കാരായിട്ട് മാറാം. രൂപഗോസ്വാമി പറയുന്നു, ഹരിയുടെ ദാസന്മാരാണ് നമ്മൾ എല്ലാവരും. അത് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഹരേർ ദാസ്യ, എന്നിട്ടോ കർമ്മണ മനസാ ഗിര, കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യുക? ആ ഭഗവാനെ സേവിക്കുക. ആ ആളെ, അങ്ങനെ ചെയ്യുന്ന ആളെ എന്ത് പറയും? ജീവൻ മുക്ത. ഇവിടെയാണ് ഭൗതിക ലോകത്തിൽ, പക്ഷേ മോക്ഷം കിട്ടിയാലാണ്, അല്ലെങ്കിൽ ലിബറേറ്റഡ് സോളാണ് എന്ന് പറയും. അതാണ് പ്രഭുപാദർ ഇവിടെ പറയുന്നത്. ഈ ജന്മത്തിലും നമുക്ക് കൃഷ്ണാവബോധം തീർച്ചയായിട്ടും കിട്ടാം എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇവിടെ ബ്രാഹ്മി സ്ഥിതി എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ലിബറേഷൻ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ്. മനസ്സിലായില്ലേ? അതായത് ഭൗതികമായിട്ടുള്ള ഈ ഒരു കെട്ടുപാടുകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു മോചനം, അതിനെയാണ് ആ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നതായിട്ട് ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മൾ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒട്ടും സംശയം വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പല സ്ഥലങ്ങളിലായിട്ട് ആചാര്യന്മാർ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള ജീവിതം മടുത്തവരാണ് നമ്മളൊക്കെ, അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യം, ജന്മമൃത്യു, ജരാവ്യാധി, ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക്, ഈ 7 ഫോൾഡ് മിസറീസ് നമ്മൾ ഓരോ സെക്കൻഡിലും ഇഞ്ചിഞ്ചായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ കൃഷ്ണാവബോധത്തിൽ വന്ന് കുറേ ക്ലാസ്സുകളൊക്കെ കേട്ട് കുറേ വായിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ അത് മനസ്സിലായി വരുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ, യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. എന്താ അതിൻ്റെ അർത്ഥം? കൃഷ്ണൻ പറയാണ്, യഥാതേ മോഹകലിലം. മോഹകലിലം എന്ന് പറഞ്ഞാൽ ഇല്ലൂഷൻ ഓഫ് ഡെൻസ് ഫോറസ്റ്റ്. അതായത് ഈ മായ വളരെ നിബിഡമായിട്ടുള്ളൊരു വനം പോലെ നമ്മളെ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥ മോഹകലിലം, ആ മായയെ ബുദ്ധിർ വ്യതിതരിഷ്യസി, എന്തതിനർത്ഥം? സർപ്പാസ് ബൈ ഇൻ്റലിജൻസ്. ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ മായയെ നമ്മൾ തരിപ്പണമാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തഥാ ഗന്ധാസി നിർവേദം. ഇവിടെ പറയുന്നു,
അറ്റ് ദാറ്റ് ടൈം, ആ സമയം മുതൽ നമ്മൾ ആരാവുന്നു? ഇൻഡിഫറൻ്റ് ആവുന്നു, അല്ലെങ്കിൽ അൺകെയറിങ് ആവുന്നു, ഉദാസീനരാകുന്നു. എന്തിനോട്? ശ്രോതവ്യസ്യ ശ്രുതസ്യജ. ഇത്ര കാലം കേട്ടതിനോടും ഇനി കേൾക്കാതിരിക്കുന്നതിനോടും ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കുന്നു. കാരണം നമ്മുടെ മനസ്സിൽ പിന്നെ കൃഷ്ണൻ മാത്രമായിരിക്കും. എന്തുകൊണ്ട് കൃഷ്ണൻ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ? കാരണം മായ വളരെ ശക്തമാണ്. അപ്പോൾ അതിനെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്യണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യസി. അപ്പോൾ ആ സമയം മുതൽ തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ശ്ലോകങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഭൗതിക ലോകം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് മനുഷ്യന്മാരെ തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലേ? മൃഗങ്ങളെ പിന്നെ വിശ്വസിക്കുക. ഇപ്പോൾ ആൾക്കാർ പട്ടിയെയും പൂച്ചയൊക്കെ വളർത്തുന്നതിൻ്റെ കാര്യം എന്താ? രഹസ്യം എന്താ? പല ആൾക്കാരും പറയുന്നുണ്ട് മനുഷ്യന്മാരെക്കാളും കൂടുതൽ സ്നേഹമുള്ളത് ഇവയ്ക്കൊക്കെയാണെന്ന് പറയും. ഒരു സ്ഥലത്ത് ഒരു അഗ്രികൾച്ചറൽ ഫെയർ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു അഗ്രികൾച്ചറൽ ഫെയർ. അപ്പോൾ അതിന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കർഷകർ ഓരോരോ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ഇതൊക്കെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ എല്ലാ സ്റ്റാളുകളിലും പോയി അദ്ദേഹം അതിനുശേഷം തൻ്റെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ സ്റ്റാളിലേക്ക് പോയി. അപ്പോൾ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കർഷകൻ ഒരു കാളയെയും കൊണ്ട് നിൽക്കുന്നു. എന്താണ്? ഒരു കർഷകൻ ഒരു കാളയെയും കൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ മിനിസ്റ്റർ പോയിട്ട് കർഷകനോട് ചോദിച്ചു, നീ ഇപ്പോഴും ഈ കാളയെ ഉപയോഗിച്ചിട്ടാണോ നിന്റെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കർഷകൻ പറഞ്ഞു സന്തോഷത്തോടു കൂടി, അതെ. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു, ഇപ്പോൾ ട്രാക്ടറും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർ, പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ, നിനക്കും ട്രാക്ടർ ഉപയോഗിച്ചുകൂടെ? അപ്പോൾ ഈ കർഷകൻ പറഞ്ഞു, എനിക്ക് ട്രാക്ടർ വേണ്ട. അപ്പോൾ ഈ മന്ത്രി കുറേ ലോണ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റ് ഫ്രീ, അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകി. പക്ഷേ ഈ കർഷകൻ മനസ്സ് മാറ്റിയില്ല. അങ്ങനെ അവസാനം ഈ മന്ത്രി ചോദിച്ചു, ആകട്ടെ നീ എന്തുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിക്കാതെ ഈ കാളയെ തന്നെ ഉപയോഗിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഈ കർഷകൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കാള എന്നെ സ്നേഹിക്കുന്നത് പോലെ ട്രാക്ടറിന് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. വളരെ സത്യമല്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. ഇന്നത്തെ ഒരു ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കലിയുഗം അത്രയ്ക്ക് മോശമായി. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മിക്കവാറും ആൾക്കാർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്. ഐ സ്ക്രാച്ച് യുവർ ബാക്ക്, യു സ്ക്രാച്ച് മൈ ബാക്ക്. ഇതാണ് പോളിസി. അത്രയ്ക്ക് മോശമായി കലിയുക. ഈ വക കാര്യങ്ങളൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. തതശ്ചനുദിനം ധർമ്മസത്യം ശൗചം ക്ഷമാദയ കാലേന ബലിന രാജൻ നക്ഷതി ആയുർ ബലം സ്മൃതി പ്രായേണ അല്പായുസഹസ്യഭ്യ കലോ അസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമതയോ മന്ദഭാഗി ഉപദ്രുത. കുറേ ശ്ലോകങ്ങളുണ്ട്, 10-20 ശ്ലോകങ്ങളുണ്ട്. പ്രഡിക്ഷൻസ്, പ്രവചനങ്ങൾ, കലിയുഗം എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ ഒരു ലക്ഷണമാണിത്. ആൾക്കാർക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല, കാര്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്തണമെങ്കിൽ ആകെ നമുക്ക് ചെയ്യാനുള്ളത് ഭക്തി മാത്രമാണ്. ഭക്തിയിൽ കൂടെ മാത്രമേ നല്ല സ്വഭാവങ്ങളൊക്കെ ശീലിക്കാൻ മനുഷ്യർക്ക് പറ്റുകയുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നല്ല സ്വഭാവങ്ങളൊക്കെ ശീലിച്ചു കഴിയുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് നമ്മളോട് കൂടുതൽ കൂടുതൽ പ്രേമം തോന്നും, അല്ലെങ്കിൽ ഭക്തി നമ്മൾ ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് നമ്മളോട് ഇഷ്ടം തോന്നും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അറിവുള്ള വ്യക്തിയെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഭക്തന്മാരെ ഇഷ്ടമാണ്, എന്നാൽ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അറിവുള്ള വ്യക്തിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് 7-ാമത്തെ അധ്യായത്തിൽ. അതാണ് ചാപ്റ്റർ നമ്പർ 7. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോ അത്യാർത്ഥം അഹം സച മമ പ്രിയ. ഇതാണ് ശ്ലോകം. തേഷാം ജ്ഞാനി നിത്യയുക്ത, അതായത് എൻ്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നല്ല അറിവുള്ള വ്യക്തി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അറിവുള്ള വ്യക്തി.
നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ, അതായത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അറിവുള്ള വ്യക്തി. പ്രിയോഹി ജ്ഞാനിനോ അത്യാർത്ഥം അഹം സച മമ പ്രിയ, ആ വ്യക്തിയെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി ശരിക്കും അനുഷ്ഠിക്കണമെങ്കിൽ നമുക്ക് അറിവ് സ്വായത്തമാക്കണം. നമ്മൾ കൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ അറിവ് സ്വായത്തമാക്കാൻ നമുക്കൊരു വിഷമവും ഇല്ല. ഇഷ്ടമാതിരി 70-ൽ പരം പുസ്തകങ്ങൾ ശിലാപ്രഭുപാദ രചിച്ചിട്ടുണ്ട്, അല്ലേ? അത് വായിച്ചാൽ മതി, എല്ലാ അറിവും കിട്ടും. കൃഷ്ണൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം അതാണ് ആർട്ട് ഓഫ് വർക്ക്. അതാണ് എല്ലാ ജോലികളിലും വെച്ച് ദിസ് ഈസ് ദ ആർട്ട് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാ യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഇതാണ് ആ ശ്ലോകം. ബുദ്ധിയുക്തോ, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ജഹാതീഹ ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഇൻ ദിസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റും ഭക്തി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ. എന്തിൽ നിന്ന്? ഉഭേ സുഹൃത ദുഷ്കൃത, ഗുഡ് ആൻഡ് ബാഡ് റിസൾട്ട്സ്, നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭക്തി മാത്രമേ വഴിയുള്ളൂ. അതാണ് ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്. ഉഭേ സുഹൃത ദുഷ്കൃതേ, അതുകൊണ്ട് തസ്മാ യോഗായ യുജ്യസ്വ, ദർഫോർ അർജുന സ്ട്രൈവ് ഫോർ ദാറ്റ് യോഗ. എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ? കണക്ഷൻ വിത്ത് മീ, ഞാനുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി ശ്രമിക്കുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യോഗ കർമ്മസു കൗശലം. അതിൻ്റെ ട്രാൻസ്ലേഷൻ, കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ആർട്ട് ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. കാരണം എന്താണ്? അതിന് റിയാക്ഷൻ ഇല്ല, ജനിക്കേണ്ടി വരില്ല. ബാക്കി എന്ത് നമ്മൾ ചെയ്താലും തീർച്ചയായിട്ടും ഇവിടെ ജനിക്കേണ്ടി വരും. എന്നാൽ കൃഷ്ണാബോധം ചെയ്താൽ മാത്രം ജനിക്കേണ്ടി വരില്ല. കാരണം കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, കർമ്മണോ ഹി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി, കർമ്മ അകർമ്മ വികർമ്മ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മമല്ല, വികർമ്മയല്ല, അകർമ്മം ചെയ്യണം. ഭഗവാന് വേണ്ടിയുള്ള സേവ, അതിന് റിയാക്ഷൻ ഇല്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് വർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് വിധിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നമുക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭക്തിയുടെ സേവനത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് പറ്റാത്ത കാര്യമായാൽ കൂടി അത് ചെയ്യുന്നത് അത്ര ഉചിതമല്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു ഇവിടെ പറയുന്നത് ഒരു വാഷർമാൻ, എന്താണ്, അലക്കുകാരനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയായ സമയത്ത് അലക്കുകാരൻ നല്ല ഉറക്കലാണ്. പക്ഷെ അലക്കുകാരൻ്റെ പട്ടിയും കഴുതയും രാത്രി ഉറങ്ങിയില്ല. അപ്പോൾ ഒരു കള്ളൻ ആ വീട്ടിൽ കയറാൻ ശ്രമിച്ചു. അപ്പോൾ പട്ടി കഴുതയോട് പറഞ്ഞു, അല്ല, കഴുത പട്ടിയോട് പറഞ്ഞു, നീ കുറച്ച് ശബ്ദം ഉണ്ടാക്കണം. കാരണം പട്ടിയുടെ ജോലിയാണല്ലോ അത്. പക്ഷേ പട്ടി എന്ത് പറഞ്ഞു? ഞാൻ ശബ്ദം ഉണ്ടാക്കില്ല, കാരണം എൻ്റെ യജമാനൻ എന്നെ ശരിക്കും നോക്കുന്നില്ല, ശരിക്കും ഭക്ഷണം തരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു ശബ്ദം ഉണ്ടാക്കിയില്ല, കള്ളൻ വന്നിട്ട് എല്ലാം കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുത പറഞ്ഞു, നീ കുറച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കരയേണ്ടി വരും, എനിക്ക് ശബ്ദം ഉണ്ടാക്കേണ്ടി വരും എന്നാര് പറഞ്ഞു? കഴുത പറഞ്ഞു. കള്ളൻ വന്നു, വീട്ടിൽ കയറി, പട്ടി കുറച്ചില്ല. അപ്പോൾ പട്ടി കുറയ്ക്കാത്തത് കൊണ്ട് കഴുത എന്ത് ചെയ്തു? പട്ടിയുടെ പണി അങ്ങ് ഏറ്റെടുത്തു, കുറയ്ക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ബ്രേക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ. കഴുത കരയാണ് ചെയ്യുക. അപ്പോൾ ഈ കഴുതയുടെ കരച്ചിൽ കേട്ടപ്പോൾ വീട്ടുടമസ്ഥൻ ഉണർന്നു. ഉണർന്ന സമയത്ത് കള്ളൻ ഓടിപ്പോയി. കള്ളൻ ഓടിപ്പോയപ്പോൾ ഈ വീട്ടുടമസ്ഥൻ കാണുന്നത് വെറുതെ എങ്ങനെ കരയുന്ന കഴുതയാണ്. അപ്പം വീട്ടുടമസ്ഥൻ എന്ത് ചെയ്തു? അലക്കുകാരൻ ഒരു വലിയൊരു വടി എടുത്തുകൊണ്ട് വന്ന് കുറേ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു. ആർക്ക്? കഴുതയ്ക്ക്. അപ്പോൾ ഇത് കണ്ട് പട്ടി ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ കഴുത ചോദിച്ചു, നീ എന്തിനാ ചിരിക്കുന്നത്? പട്ടി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ നിൻ്റെ പണി എടുത്താൽ മതി, എൻ്റെ പണി എടുക്കണ്ടെന്ന്.
ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അല്ലേ? നമ്മൾ പലപ്പോഴും ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ ശ്രമിക്കണം എന്ന് പ്രഭുപാദർ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. കാരണം ഭഗവാൻ സാധാരണ വ്യക്തിയല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ്, ഒരു വിരുന്നുകാരനോ വിരുന്നുകാരിയോ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ പിന്നെ ഭഗവാന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം? അപ്പോൾ മറ്റുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. നമുക്കറിയണം നമുക്ക് എന്താണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുക. ചില ആൾക്കാർക്ക് നല്ലവണ്ണം കീർത്തനം ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് മൃദംഗം വായിക്കാൻ പറ്റും. അപ്പം അതൊക്കെ എല്ലാവരും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും, ഭൗതിക ലോകത്തിലുള്ള എല്ലാതരം പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭാഗവതം പറയുന്നുണ്ട്. അവിടെ കശ്യപ പ്രജാപതി തൻ്റെ സഹധർമ്മിണിയായ അതിഥിയോട് പറയുന്നു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ബലി മഹാരാജിനെ പേടിച്ചിട്ട് എല്ലാ ദേവന്മാരും സ്വർഗം വിട്ടുപോവുകയാണ്, ഉപരിലോകങ്ങൾ വിട്ടുപോവാണ്. ആരെ പേടിച്ചിട്ട്? ബലി മഹാരാജാവിനെ പേടിച്ചിട്ട്. അപ്പോൾ ദേവന്മാരുടെ അമ്മയായ അതിഥിക്ക് ഭയങ്കര വിഷമായി. കാരണം മക്കൾക്കാണ് രാജ്യം നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം ഉണർത്തിച്ചു. എന്താണ് ചെയ്യുക? നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ അവിടെ കശ്യപ പ്രജാപതി പറയുന്നു മദർ അതിഥി ദേവിയോട്, ഉപദിഷ്ടസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂത ഗുഹാവാസം വാസുദേവം ജഗദ്ഗുരു. ഇതാണ് ആൻസർ പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഭാഗവതത്തിൽ കശ്യപ പ്രജാപതി പറയാണ് അതിഥിയോട്, എന്താണ്? ഉപദിഷ്ടസ്വ പുരുഷം. ആ പുരുഷനെ, ഏത് പുരുഷനാ? ശ്രീകൃഷ്ണ ഭഗവാനെ എന്ത് ചെയ്യുക? ഉപദിഷ്ടസ്വ, ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുക. പുരുഷം, എൻജോയർ, എല്ലാം ആസ്വദിക്കുന്ന ആള്, അതാരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഒരേ ഒരു പുരുഷനെ ഈ ലോകത്തുള്ളൂ. അതാരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. നമ്മുടെ എൻജോയ്മെൻ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എൻജോയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഭഗവാന്റെ ആസ്വാദനത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പുരുഷം, കൺട്രോളർ, പ്രൊപ്രൈറ്റർ, എൻജോയർ, എവറിഥിങ് ഈസ് കൃഷ്ണ. അപ്പോൾ ഇവിടെ പറയുന്നു ഉപദിഷ്ടസ്വ പുരുഷം, ആ പുരുഷനെ നീ ആരാധിക്കുക. ഭഗവന്തം ജനാർദ്ദനം. എന്താണ് ജനാർദ്ദനം എന്ന വാക്കിന്റെ അർത്ഥം? ഏത് ശത്രുവിനെയും കൊല്ലാൻ കഴിവുള്ള ആള്, അതാണ് ശ്രീകൃഷ്ണൻ. ശത്രു ഏതു തരത്തിലുള്ള ആളായാലും കൊല്ലാൻ ഒരു വിഷമമില്ല ഭഗവാന്. ഭഗവന്തം ജനാർദ്ദനം. അത് മാത്രമല്ല സർവഭൂത ഗുഹാവാസം. സർവഭൂത, എല്ലാ ജീവജാലങ്ങളുടെയും ഗുഹ എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം. ഹൃദയത്തിൽ വാസം വസിക്കുന്ന ആള്. എല്ലാവരുടെ ഹൃദയത്തിൽ ആരാ വസിക്കുന്നത്? പരമാത്മാവായിട്ട് ഭഗവാൻ വസിക്കുന്നു, അല്ലേ? ഗീതയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കശ്യപ പ്രജാപതി പറയുന്നത് സർവഭൂത ഗുഹാവാസം. ആ ആളുടെ പേരെന്താണ്? വാസുദേവം. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, വാസുദേവൻ. ആരാണ് വാസുദേവൻ? വസുദേവരുടെ മകൻ. അദ്ദേഹം ആരാണ്? ജഗദ്ഗുരു. ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഗുരുവായ വാസുദേവന ഭജിക്കുക, എങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ അതിഥി എന്നാണ് കശ്യപൻ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ ഭഗവാനെ ആരാധിക്കുക. അത് മാത്രമേ രക്ഷയുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ കുറേശ്ശെ നിയന്ത്രിച്ച് കൊണ്ടുവരിക. ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കുക. പ്രജാഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. കൃഷ്ണൻ പറയാണ് ആഗ്രഹങ്ങളൊക്കെ എന്താണ്? നിയന്ത്രിക്കണം. മനോഗതാൻ, മനസ്സിൽ നിന്നും പൊട്ടിവരുന്ന ആഗ്രഹങ്ങൾ, അല്ലെ? ആഗ്രഹങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പം അതിനെയൊക്കെ നിയന്ത്രിക്കണം. സർവാൻ പാർത്ഥ ശരിക്കും കൃഷ്ണൻ പറയുന്നത് എല്ലാ ആഗ്രഹങ്ങളും, ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നിയന്ത്രിക്കണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ആത്മന്യേവാത്മനതുഷ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മനസ്സിന് സംതൃപ്തി ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ. ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ആളെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നു. ആത്മീയമായിട്ട് ജീവിക്കുന്ന ആള്, ആ ആള്.
അതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ എലോങ് വിത്ത് കൺട്രോളിങ് ദ സെൻസസ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഭക്തിയുത സേവന മാർഗത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആചാര്യന്മാർ പറയുന്നുണ്ട്, നമുക്ക് കൃഷ്ണനിലും ഗുരുവിലും വളരെ വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഭക്തിയിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ആരിലൊക്കെ? കൃഷ്ണനിലും ഗുരുവിലും ശക്തമായ വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ശ്വേതാശ്വതര ഉപനിഷത്ത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്താണ്. അതിൽ പറയുന്നുണ്ട്, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരു തസ്യൈതേ കതിതാഹി അർത്ഥാഹ പ്രകാശന്തേ മഹാത്മന. അതിൻ്റെ അർത്ഥം എന്താ? ഗുരുവിലും കൃഷ്ണനിലും ശക്തമായിട്ടുള്ള വിശ്വാസമില്ലെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊന്നും നമുക്കൊട്ടും മനസ്സിലാവില്ല. അല്ലേ? ചില ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ, 10-15 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും തലയിൽ കയറിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? അവർക്ക് സംശയമാണ്, വിശ്വാസമില്ല ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളിൽ, അതേപോലെ കൃഷ്ണനിൽ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഗുരു എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ അവബോധത്തിലുള്ള അജ്ഞാനം, ഇഗ്നോറൻസ്, അത് ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തിയാണ് ഗുരു. അല്ലേ? നമുക്ക് ശരിക്കും അറിയുന്ന കാര്യമാണത്. കൃഷ്ണ സൂര്യസമ മായാ ഹയ അന്ധകാര യാഹാൻ കൃഷ്ണ താഹാൻ നഹി മായാര അധികാര. ഇതാണ് ഗുരു ചെയ്യുന്നത്. നമ്മുടെ അവബോധത്തിലുള്ള അജ്ഞാനത്തെ മാറ്റിയിട്ട് അവിടെ വെളിച്ചം പകർന്നു തരുന്നു, അല്ലെങ്കിൽ വെളിച്ചം കൊണ്ട് ചെന്നെത്തിക്കുന്നു ഗുരു. അതിന് ഗുരുവിനെ സഹായിക്കുന്നു കൃഷ്ണൻ. അപ്പോൾ ഈ കൃഷ്ണനിലും ഗുരുവിലും അചഞ്ചലമായിട്ടുള്ള വിശ്വാസം വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നു, ആ വ്യക്തികൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല, തലയിൽ കയറില്ല. നമുക്ക് 1 മണിക്കൂറായി ഇവിടെ നിർത്താം. ശ്രീമദ് ഭഗവത്ഗീത ഗ്രന്ഥരാജ് കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ, ഹരി ഹരി ബോൽ. ഇന്നെടുത്ത ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. 2 മിനിറ്റ് 2-3 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടി ചെലവഴിക്കാം. Hare Krishna. Thank you, Prabhu. Thank you so much. Hare Krishna. ഹരേ കൃഷ്ണ. അപ്പോൾ മാതാജി, ആർക്കും സംശയമൊന്നുമില്ലേ? നമുക്ക് നിർത്താം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേഷാ പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ, ഹരി 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 ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Thank you, Prabhu. പ്രണാമം. Thank താങ്ക് യു you, പ്രഭു. Pranam, Prabhu. Hare Krishna.